NID 2026 നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ജോബി സാർ, ഏതൊക്കെ ആപ്റ്റിറ്റ്യൂഡുള്ള വിദ്യാർത്ഥികളാണ് NID എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്? എന്താണ് ഈ ഒരു ഫീൽഡിലെ ഇന്നത്തെ ഒരു ട്രെൻഡ്? നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് പറഞ്ഞാൽ പിക്ചർ സ്മാർട്ടായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയെന്ന് നമുക്ക് എളുപ്പത്തിൽ പറയാം. ഓക്കെ. ഇപ്പോൾ ഒരു ഡിസൈനിങ് ആപ്റ്റിറ്റ്യൂഡ് എന്നാണ് നമ്മൾ അതിനോട് ചേർന്ന് വരുന്ന, അതാണ് ഈ പിക്ചർ സ്മാർട്ട് എന്ന് പറയുമ്പം ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോഴവിടെ നമുക്ക് വരയ്ക്കുന്ന കുട്ടികളുണ്ടാവും. അതിനപ്പുറം ഒരു ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ അവനവൻ്റെ റൂം ഓരോ ആഴ്ച കൂടുമ്പോൾ അല്ലെ കുറച്ച് ദിവസം കൂടുമ്പോഴൊക്കെ അവരുടേതായ രീതിയിൽ റീഅറേഞ്ച് ചെയ്ത് ഇടുന്നവർ. ഓക്കെ. വീടിനകത്ത് എന്തെങ്കിലുമൊക്കെ ഓരോ സാധനങ്ങളും ചില കുട്ടികൾ അത് ചില പ്ലേസുകളിൽ അവർ കൊണ്ട് വെച്ച് കഴിയുമ്പോൾ നമ്മൾ വിലയില്ല അല്ലെങ്കിൽ പ്രധാനപ്പെട്ടതല്ല അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കാതെ പോയ ചില സാധനങ്ങളൊക്കെ ചില പ്ലേസിൽ അവർ കൊണ്ടുവച്ച് കഴിയുമ്പോൾ അതിനൊരു വാല്യൂ വരുന്നു. അതുപോലെ നമ്മളാരും ശ്രദ്ധിക്കാതെ കിടക്കുന്ന പല സാധനങ്ങളും അവരുടേതായ രീതിയിൽ അവരത് ഒന്ന് മാറ്റിയെടുത്ത് ഒന്ന് ക്രിയേറ്റീവായിട്ട് അവർ അത് മാറ്റിയെടുത്ത് അത് വേറെ പല രീതിയിലുള്ള ഒബ്ജക്റ്റുകളാക്കി മാറ്റാറുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ചില വേസ്റ്റ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രോബ്ലംസൊക്കെ അത് അവരുടേതായ രീതി നല്ല പ്രോഡക്റ്റുകളാക്കി മാറ്റിക്കൊണ്ട് അവരത് സോൾവ് ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെ കാണാറുണ്ട്. പിന്നെ ചില കുട്ടികൾ പറയുന്ന ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരു കഥ പോലെ നമുക്ക് തോന്നും അവരുടെ ചില കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലുള്ള കുട്ടികൾ ആണ് ഈ ഒരു മേഖലയിലേക്ക്. അപ്പം ഡ്രോയിങ്ങും ഡിസൈനിങ്ങും ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഒരു പ്രോഡക്റ്റൊക്കെ ഉണ്ടാക്കാൻ പുതുതായിട്ട് ഇന്നോവേറ്റീവായിട്ട് ക്രിയേറ്റീവായിട്ട് ചെയ്യാനും നോവലായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് അതിനകത്ത് ഉൾപ്പെടുത്താനും ഉള്ളത്. പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ പ്രോബ്ലം സോൾവിങ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ ചിന്തിക്കുന്നവരെ സംബന്ധിച്ച് നല്ലൊരു മേഖല തന്നെയാണ് ഡിസൈനിങ് സെക്ടർ എന്ന് പറയുന്നത്. സാർ, ഇപ്പം ഡിസൈനിങ് എന്ന് പറയുമ്പം വിദ്യാർത്ഥികൾക്കല്ലേ പേരൻസിനെല്ലാവരും ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് UCD എക്സാമും അതുവഴിയുള്ള IIT-കളിലെ ഡിസൈനിങ് പ്രോഗ്രാമുമാണ്. ശരിക്കും ഈ രണ്ട് സ്കീമുകളും, അതായത് NID വഴി ആയിക്കോട്ടെ അല്ലെങ്കിൽ UCD വഴി ആയിക്കോട്ടെ, ഇതിൽ ശരിക്കും ഏറ്റവും മികച്ചത് എന്ന് പറയാൻ പറ്റുന്ന ഡിസൈനിങ് പ്രോഗ്രാം ഏതാണ്? നമ്മളുടെ പ്യുവർ ഡിസൈനിങ് എന്ന് പറയാവുന്ന നമ്മുടെ NID തന്നെയാണ്. NID തന്നെയാണ്. IIT-കളിൽ പിന്നീടാണ് ഡിസൈനിങ് ആരംഭിച്ചത്. NID അഹമ്മദാബാദ് 1961 ആരംഭിച്ചാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് ആണത്. അപ്പോൾ NID ആണ് തീർച്ചയായിട്ടും IIT-കളിൽ നടക്കുന്ന ഡിസൈനിങ് BDS പ്രോഗ്രാമുകൾക്ക് ഒരു ടെക് കണ്ടൻറ് ഉണ്ടാവും. തന്നെയുമല്ല അവിടുത്തെ പ്ലേസ്മെൻറ്റുകൾ ശ്രദ്ധിച്ചാലും ടെക് കമ്പനീസിലേക്കാണ് നല്ല രീതിയിൽ പ്ലേസ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ ഒരു പ്യുവർ ഡിസൈനിങ് അല്ലെങ്കിൽ ഡിസൈനിങ് എന്നുള്ളത് പൂർണ്ണമായിട്ട് ആ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് NID ആണെന്ന് തന്നെ പറയാം. NID ആണ്. ഓക്കെ. സാർ, ഇപ്പം NID-യുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ക്യാമ്പസുകൾ, എന്തൊക്കെയാണ് അവിടുത്തെ ഒരു അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെയാണ്? അപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അഹമ്മദാബാദാണ്. ഓക്കെ. എന്ന് പറയുമ്പോൾ അഹമ്മദാബാദാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ. നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ട്, നമ്പർ 1 എല്ലാ തരത്തിലും നമ്പർ 1 അതാണ്. അത് BDS ആണെങ്കിലും MDS ആണെങ്കിലും PhD ആണെങ്കിലും ഏത് പ്രോഗ്രാം ആണെങ്കിലും നമുക്ക് അത് പറയാം. ആകെ നമുക്കൊരു 7 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് നമുക്ക് NID-ക്ക് പറയാവുന്നത്. ഓക്കെ. ഇപ്പോൾ ഗുജറാത്തിൽ അഹമ്മദാബാദ് കൂടാതെ ഗാന്ധിനഗറിലുണ്ട്. ഓക്കെ. പക്ഷേ ഗാന്ധിനഗറിൽ MDS പ്രോഗ്രാമേ ഉള്ളൂ. MDS മാത്രം. നമ്മൾ സൗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാംഗ്ലൂരുണ്ട്. ഓക്കെ. പക്ഷെ അവിടെ MDSേ ഉള്ളൂ, മാസ്റ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ BDS പ്രോഗ്രാം ഇല്ല. പിന്നെ BDS ഉള്ളത് ആസാമിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്, അവിടെയുണ്ട്. പിന്നെ വിജയവാഡ ആന്ധ്രയിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്, അവിടെയും BDS ഉണ്ട്. പിന്നെ MP-യിൽ മധ്യപ്രദേശിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടെയൊക്കെ BDS പ്രോഗ്രാമുണ്ട്. ഓക്കെ. നമ്മൾ BDS പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ അഹമ്മദാബാദ് അല്ലാതെയുള്ള ബാക്കി എല്ലാ NID-കളിലും 3 സ്പെഷ്യലൈസേഷൻ മാത്രമേ ഉള്ളൂ. 3 ഉള്ളൂ. അത് പ്രോഡക്റ്റ് ഡിസൈനും അതുപോലെ തന്നെ അപ്പാരൽ ആൻഡ് ടെക്സ്റ്റൈൽ ഡിസൈന്, ഇൻഡസ്ട്രിയൽ ഡിസൈൻ. ഈ 3 പ്രോഗ്രാമുകളാണ് നമ്മൾ അഹമ്മദാബാദ് ഒഴിച്ച് ബാക്കിയുള്ള BDS പ്രോഗ്രാമുള്ള NID-കളിലുള്ളത്. ഓക്കെ. അതേസമയം അഹമ്മദാബാദിൽ 8 പ്രോഗ്രാമുകളുണ്ട്. 8 വരുന്നുണ്ട്. നമ്മളീ പറഞ്ഞ ഇപ്പം IT ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന IT ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഡിസൈനിങ് ഉണ്ട്. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് മൾട്ടി ഡിസിപ്ലിനറി ഡിസൈനിങ് ഉണ്ട്. അതുപോലെ ഗ്രാഫിക് ഡിസൈനിങ് വരുന്നുണ്ട്, ഫിലിം ആൻഡ് വീഡിയോ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ പ്രോഡക്റ്റ് ഡിസൈനിങ് ഒക്കെ ഉണ്ട്. അതുപോലെ അതുകൂടാതെ തന്നെ
ഇൻറ്റീരിയർ ഡിസൈനിങ്, ഫർണിച്ചർ ഡിസൈനിങ്, അങ്ങനെ 8 പ്രോഗ്രാമുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സീറ്റുകളുടെ എണ്ണം നോക്കിയാൽ ആകെ ഉള്ള സീറ്റുകളിൽ അതിൻ്റെ ഇപ്പം ആകെ ഒരു 500ഓളം 480-500 സീറ്റുകളാണ് ഉള്ളത്. അതിൽ നമ്മൾ ഈ പറഞ്ഞ 3 പ്രോഗ്രാമുള്ള NAD-കളിലെല്ലാം 75 സീറ്റുകൾ 25 വീതം 3 ബ്രാഞ്ചുകളിൽ പോകും. അപ്പോൾ 75 വരുന്നത്. അതേസമയം NAD അഹമ്മദാബാദിൽ 178 സീറ്റുകൾ അവൈലബിൾ ആണ്. കാരണം 8 പ്രോഗ്രാമുകൾ, 8 സ്പെഷ്യലൈസേഷൻ ഉണ്ട്. അപ്പം NAD-യിലൊരു അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അഹമ്മദാബാദിൽ അത് നേടിയെടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് പറയാവുന്നത്. അപ്പോൾ ഇതാണ് സീറ്റുകളെക്കുറിച്ചും അതുപോലെ തന്നെ ഇത്ര NADs ആണ് നമുക്കുള്ളത്. ഓക്കെ സാർ, ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്താണ് ഇതിൻ്റെ ഒരു എക്സാം പാറ്റേൺ, എങ്ങനെ പ്രിപ്പയർ ചെയ്താലാണ് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നത്, എന്താണ് സാർ അതിൻ്റെ ഒരു അപ്ഡേറ്റ്സ്? നമുക്ക് NAD എക്സാമിന് നമ്മൾ സിവിൽ സർവീസിൻ്റെ കാര്യം പറഞ്ഞ പോലെ പ്രിലിംസും മെയിൻസുും 2 എക്സാം അങ്ങനെ നമുക്ക് 2ആയിട്ട് തിരിക്കാം. അത് ഏകദേശം സിവിൽ സർവീസിൻ്റെ ആ പാറ്റേണിലാണ് ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്നു. നേരത്തെ പ്രിലിംസിൻ്റേത് നമ്മൾ മെയിൻസിലേക്കൊക്കെ അതിൻ്റെ സ്കോറ്, അതിൻ്റെ വെയിറ്റേജൊക്കെ എടുക്കുന്ന രീതി ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി. അപ്പോൾ പ്രിലിമിനറി എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് 2 പാർട്ട് പറയാം. പാർട്ട് എയും പാർട്ട് ബിയും. അപ്പോൾ അതിൽ ഒബ്ജക്റ്റീവും ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവും ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം അത് കണ്ടത് നമ്മൾ പാർട്ട് എയ്ക്ക് ഒരു 25%, പാർട്ട് ബിക്ക് 75% വെയിറ്റേജ് വരുന്നത്. അത് സാധാരണ ഒരു 30-70 പറഞ്ഞുകൊണ്ടിരുന്നത്. ചെറിയ വ്യത്യാസം കാണുന്നുണ്ട്. അപ്പോൾ ഈ പാർട്ട് എയിൽ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. ജനറൽ നോളജ് എന്ന് പറയുമ്പം അത് ഹിസ്റ്ററിയും ജോഗ്രഫിയും പോളിറ്റിയും എക്കണോമിക്സും ഒക്കെ ഉൾപ്പെടുന്ന എല്ലാം ഉണ്ടാവും. പിന്നെ ഇംഗ്ലീഷ് സിനോനിം, അനോനിം, കോംപ്രിഹെൻഷൻ, അങ്ങനെ കുറച്ച് ഏരിയ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡുണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇതെല്ലാം ഉൾപ്പെടുന്നതുകൊണ്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് ഏരിയ എന്നുള്ള. അപ്പോൾ ഈ 3 ഏരിയയാണ് മെയിനായിട്ട് നമുക്ക് നമ്മുടെ ആദ്യത്തെ പാർട്ട് എയിൽ നമുക്ക് പറയാം. പാർട്ട് ബിയിൽ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതിനകത്ത് ടെക്സ്റ്റ് ആകാം, വിഷ്വൽസ് ആകാം, പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം. അപ്പോൾ അവിടെയാണ് നമ്മളിത് പറഞ്ഞ 75. അവിടെ ഈ പാർട്ട് എയിൽ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് കൂടുതൽ. ചില ക്വസ്റ്റ്യൻസ് 2 മാർക്കിൻ്റെ അങ്ങനെ വരാം. സമയം പാർട്ട് ബിയിലേക്ക് വരുമ്പോൾ ക്വസ്റ്റ്യൻ എണ്ണം കുറവും, മാർക്ക് കൂടുതൽ വരും. അപ്പോൾ അങ്ങനെയാണ് പൊതുവെ കാണുന്ന ആ രീതിയിലാണ്. ഇവിടെ ഡ്രോയിങ് ആൻഡ് ഡിസൈനിങ് ആണ്, അതാണ് ഇവിടെ പരീക്ഷിപ്പിക്കപ്പെടുന്നത് പാർട്ട് ബിയിൽ. പക്ഷേ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു 100 മാർക്ക് ആകെ 2 പാർട്ട് എയും പാർട്ട് ബിയും കൂടെ 100 മാർക്കാണ് ഉദ്ദേശിക്കുന്നത്. നെഗറ്റീവ് മാർക്കില്ല, നെഗറ്റീവ് ഇല്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഒരു ക്വാളിഫയിങ് റൗണ്ടായിട്ട് നമ്മൾ എടുത്താൽ മതി. അപ്പോൾ ഒരു മിനിമം കട്ട് ഓഫ് ഉണ്ടാവും. ഈ പാർട്ട് നമ്മുടെ ഈ പറഞ്ഞ പ്രിലിമിനറിക്ക് ഒരു മിനിമം കട്ട് ഓഫ് ഉണ്ടാകും. അത് ഓരോ കാറ്റഗറിക്കും ആ കാറ്റഗറിയിലേക്ക് വേണ്ടിയുള്ള രീതിയിലുള്ള കട്ട് ഓഫ് ആയിരിക്കും ഉണ്ടാവുക. ആ കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ നമുക്ക് ആകെ എത്ര സീറ്റുകളാണ് ഓരോ കാറ്റഗറിക്കും അലോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ 1.5 ടൈംസ്. 1.5 ഇപ്പോൾ 400 കുട്ടികളെ എടുക്കുക, ആകെ അഡ്മിഷൻ നടത്താമെങ്കിൽ 400 × 1.5 600 കുട്ടികളെയാണ് നമ്മുടെ സെക്കൻഡ് ലെവലിലേക്ക്, നമ്മുടെ എന്ന് പറഞ്ഞാൽ മെയിൻസ് ലെവലിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അത്രയും കുട്ടികളെ സെലക്ട് ചെയ്യും. അപ്പോൾ ഓരോ കാറ്റഗറിക്കും കാറ്റഗറി വൈസ് കട്ട് ഓഫ് ഉണ്ട്. അല്ലാതെ ഒരു ജനറൽ ആയിട്ടുള്ള കട്ട് ഓഫിലല്ല പോകുന്നത്. സർ, ശരിക്കും എത്ര വിദ്യാർത്ഥികളാണ് സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത്? ഒരു റഫ് നമ്പർ പറയുവാണെങ്കിൽ. ഒരു പ്രിപ്പയർ ചെയ്യുന്നത് ഇപ്പോൾ ഓരോ വർഷവും പ്രിപ്പയർ വരുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് മേഖലയിൽ ഉള്ള കുട്ടികൾ ഇപ്പോൾ ഡിസൈനിങ്ങിലേക്ക് നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആയിരക്കണക്കിന് കുട്ടികളിപ്പം NADക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യും, അതിനുവേണ്ടി റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളുമുണ്ട്. ആ രീതിയിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. NAD തന്നെയല്ല, ഇപ്പം അതുപോലെ തന്നെ പല ഈ ഡിസൈനിങ് പ്രോഗ്രാമുകളും ഉണ്ടല്ലോ. ഇപ്പോൾ UCD പോലെയുള്ള എക്സാമുകളൂടെ ഉള്ളതുകൊണ്ട് ഇതിനെല്ലാം ഒരു കോമൺ പാറ്റേൺ തമ്മിൽ വ്യത്യാസമുണ്ട് രണ്ടും തമ്മിൽ. എങ്കിലും ഒരു കോമൺ എന്നുള്ള രീതിയിൽ പ്രിപ്പറേഷണൽ രീതിയിൽ കുട്ടികളത് പ്രിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ എഴുതാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇനി രണ്ടാമത്തെ മെയിൻസാണ്. അപ്പോൾ മെയിൻസിൽ മെയിനായിട്ട് 2 പാർട്ട് നമുക്ക് പറയാം. ഒന്ന് സ്റ്റുഡിയോ ടെസ്റ്റ്. അപ്പോൾ അതൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതാകാം, പോർട്ട്ഫോളിയോ, പിന്നെ പ്രസൻറ്റേഷൻ ആകാം, ഗ്രൂപ്പ് ഡിസ്കഷൻ ആകാം, അങ്ങനെ എന്ത് വേണമല്ലോ അവർ പറയുന്നത് എന്താണോ അതനുസരിച്ച് അതുപോലെയാകാം. അതിനൊരു 60% വെയിറ്റേജ് ഉണ്ട്.
പിന്നെ ഒരു 40% വെയിറ്റേജ് ഇൻ്റർവ്യൂ ആണ്. ഓക്കെ. ഇൻ്റർവ്യൂവിന് 40% വെയിറ്റേജ്. ബിഡസിന് എങ്ങനെയാണ് ഇത് എംഡസ് ആകുമ്പോൾ നേരെ തിരിയും. അതായത് സ്റ്റുഡിയോയ്ക്ക് 40%, ഇൻ്റർവ്യൂവിന് 60%. ഇപ്പോൾ ബിഡസിന് 60-40 എന്നുള്ള രീതിയിലാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു ലെവലാണ്, ഈ മെയിൻസ് ലെവലാണ് നമ്മുടെ അഡ്മിഷൻ തീരുമാനിക്കുന്നത്. നേരത്തെ 2 ലെവലും പരിഗണിക്കുമായിരുന്നു. ഓക്കെ. ഇപ്പോൾ മെയിൻസ് ലെവലിൽ ഈ 60-40 എന്തുമാത്രം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നതിൻ്റെ ബേസിലാണ് നമ്മുടെ NID അഡ്മിഷൻ തീരുമാനിക്കപ്പെടുന്നത്. സാർ, ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ എന്തൊക്കെ ഏരിയ ആണെന്ന് കവർ ചെയ്യേണ്ടത്? ഏതൊക്കെ രീതിയിലാണ്? ഇപ്പോൾ മാത്സിൻ്റെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണോ അതോ ഡിസൈനിങ് ആപ്റ്റിറ്റ്യൂഡ് ആണോ? എന്ത് സ്കില്ലാണ് ശരിക്കും ഡെവലപ്പ് ചെയ്യേണ്ടത്? നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഒബ്ജക്റ്റീവ് ആണ്. പക്ഷേ നമ്മളിപ്പോൾ ഏകദേശം സിലബസ് പറഞ്ഞല്ലോ. ഇപ്പം അതിനകത്ത് ആദ്യത്തെ പാർട്ട് പ്രിലിംസിൻ്റെ പാർട്ട് എയും പറഞ്ഞു, പാർട്ട് ബിയും പറഞ്ഞു. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഓരോന്നിനും അതിൻ്റേതായ, ഇപ്പോൾ ഒരു പാർട്ട് എയിൽ തന്നെ ആണെങ്കിലും ഓരോന്നിനും പല ഏരിയയിൽ നിന്നും നമുക്കറിയാം ഇത്രയും ക്വസ്റ്റ്യൻസേ ഉള്ളൂ. 20 ക്വസ്റ്റ്യൻസ് താഴെയൊക്കെ കാണാറില്ല. കഴിഞ്ഞ വർഷം 25-ൽ എനിക്ക് വന്ന് 19 ക്വസ്റ്റ്യനാണ് പാർട്ട് എയിൽ നിന്ന് വന്നത്. ഓക്കെ. അപ്പോൾ 19 ക്വസ്റ്റ്യൻ ഓരോന്നും നമുക്കിപ്പം മാത്സിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ് വരുന്നുണ്ട്, ഇംഗ്ലീഷ് പറയുന്ന ഏരിയ എന്നുണ്ട്. വളരെ ബ്രോഡായിട്ടാണ് ക്വസ്റ്റ്യൻസിൻ്റെ ഏരിയ കാണുന്നത്. പിന്നെ നമുക്കിവിടെ ചെയ്യാവുന്നൊരു കാര്യം, നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് അവൈലബിളാണ്. ഓക്കെ. നമുക്ക് ആ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതും കൃത്യമായിട്ട് സിലബസ് പറയുന്നുണ്ട് ഓരോന്നും. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി നമ്മുടേതായ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനം. ഒരുപാട് ഏരിയയിൽ നിന്നുണ്ട്. ഡിസൈനിങ് റിലേറ്റഡ് ആയിട്ടുണ്ട്, അത് വിഷ്വൽസ് ആയിട്ടുണ്ട്, 2D 3D അങ്ങനെ പല രീതിയിലുള്ള ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അതിന് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നല്ല രീതിയിൽ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ വർക്കൗട്ട് ചെയ്യുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ആ രീതിയിലൊന്ന് ചെയ്തു കഴിഞ്ഞാൽ ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് പറയാം. സാർ, ഈ വർഷത്തെ നോട്ടിഫിക്കേഷനൊക്കെ വന്നിരിക്കുകയാണ്. ഈ വർഷം സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒത്തിരി വിദ്യാർത്ഥികളുണ്ട് NIDക്ക് വേണ്ടി. സാർ, ശരിക്കും എന്താണ് ഇവിടുത്തെ ഒരു ഫീസ്? ഇത്രമാത്രം ഫീസ് കൊടുത്ത് പഠിച്ചാൽ അതൊരു വാല്യൂ ഫോർ മണി ആണോ? എന്താണ് ഇതിൻ്റെ ഒരു പ്ലേസ്മെൻറ്റിൻ്റെ ഒരു സിറ്റുവേഷനോട് വെച്ച് നോക്കുമ്പോൾ? NID നമ്മൾ ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനമാണെന്നൊക്കെ പറയുമ്പോഴും നല്ല രീതിയിലുള്ള ഫീസുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ IITയുടെ ഫീസുമായിട്ടൊന്ന് കമ്പയർ ചെയ്താൽ IITയുടെ ഇരട്ടി ഫീസ് NIDയിലുണ്ട്. അതൊരു പെർ സെമസ്റ്റർ 2.5 ലക്ഷം അടുത്ത്. അതായത് IITയുടെ ഒരു വർഷത്തെ IITയുടെ ഒരു വർഷം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഏകദേശം ഇരട്ടി ഫീസോളം NIDയിൽ. അപ്പോൾ NID അഹമ്മദാബാദ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു റേഞ്ചിൽ ഫീസ് സ്ട്രക്ചറാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് വാല്യൂ ഫോർ മണിയാണോ ചോദിച്ചാൽ തീർച്ചയായിട്ടും അതെ എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം കഴിഞ്ഞ വർഷത്തെ പാക്കേജ് 70 lakhs 70 LPA വരെ കഴിഞ്ഞ വർഷം പോയിട്ടുണ്ട്. 70 LPA വരെ. സാധാരണ ഒരു 40 to 70 ആ ഒരു റേഞ്ചിലൊക്കെ പ്ലേസ്മെൻറ്റുകൾ നല്ല രീതിയിൽ നടക്കാറുണ്ട്. പിന്നെ ഹയർ സ്റ്റഡീസിന് കുട്ടികൾ അബ്രോഡ് പോകുന്നുണ്ട്. അബ്രോഡ് പോയി അവിടെ നല്ല രീതിയിൽ പ്ലേസ്ഡ് ആകുന്നുണ്ട്. കാരണം ഇത് ഇൻ്റർനാഷണൽ അക്സെപ്റ്റൻസ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. വേൾഡ് റാങ്കിങ്ങിൽ ഒരു 30-35 റേഞ്ചിലൊക്കെയാണ്. പിന്നെ നല്ല അലുമിനി നെറ്റ്വർക്ക് ഉണ്ട്. ഞാൻ പറഞ്ഞു 1961 സ്റ്റാർട്ട് ചെയ്തതാണ്. നല്ല നെറ്റ്വർക്ക് ഉണ്ട്. അതുപോലെ ഇൻഡസ്ട്രി നെറ്റ്വർക്കിങ്ങും നല്ല രീതിയിൽ നമുക്കറിയാം. നെറ്റ്വർക്കിംഗ് ആണ് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കണക്ഷൻസ് ആണല്ലോ. അപ്പോൾ അതിനുള്ള എല്ലാ സാധ്യതയും NIDയിൽ നിന്ന് കിട്ടും. അപ്പോൾ അത് അവിടുത്തെ പ്ലേസ്മെൻറ്റിനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഏറ്റവും കുറച്ച് വിദ്യാർത്ഥികളെ ഉള്ളൂ എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ ഇത്രമാത്രം പ്ലേസ്മെൻറ്റും ഡിമാൻഡും NID കിട്ടാനൊരു സാധ്യതയായിരിക്കും. തീർച്ചയായിട്ടും അത് കുട്ടികളുടെ എണ്ണം കുറവാണ്. നമ്മൾ പറഞ്ഞില്ല, അതും സ്പെഷ്യലൈസ്ഡ് ഏരിയയിലാണ്. 19 സീറ്റാണ് നമ്മൾ ഈ പറഞ്ഞ 8, ഇപ്പം അഹമ്മദാബാദ് എടുത്ത 8 സ്ട്രീമുകളുണ്ട്. അപ്പോൾ ഒരു 19 സീറ്റ്സൊക്കെ ഒരു സ്ട്രീമിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അതൊരു കാര്യമാണ്. സാർ, ഈ വർഷത്തെ എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിനൊരു ഡേറ്റുകളൊക്കെ? ഡേറ്റ് നമ്മളിപ്പോൾ ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്തു, നോട്ടിഫിക്കേഷൻ ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ അപ്ലൈ ചെയ്യാം. ഡിസംബർ 1 വരെ സമയം ഇഷ്ടം പോലെ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ സമയം ഇഷ്ടം പോലെ ഉണ്ടെന്ന് ഓർത്തിരിക്കേണ്ട, അപ്ലൈ ചെയ്ത് തുടങ്ങാം. ഒക്ടോബർ നവംബറൊക്കെ ഉണ്ട്. ഡിസംബർ 1 വരെ അപ്ലൈ ചെയ്യാം. ഡിസംബർ 21-നാണ് നമ്മുടെ പ്രിലിമിനറി എക്സാം നടക്കുന്നത്. നമുക്കറിയാം എന്നും ആദ്യം നടക്കുന്ന എക്സാം ഡിസൈനിങ്ങിൻ്റെ എക്സാമുകളാണ്. പിന്നെ അതിന് ശേഷം മാർച്ച് മാസവും ഒക്കെ ആകുമ്പോഴത്തേനും അതിൻ്റെ ബോർഡ് എക്സാം കഴിയുന്ന ഒരു സമയത്ത് തന്നെ മെയിൻ എക്സാം നടക്കും. ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴത്തേനും അഡ്മിഷനും കംപ്ലീറ്റ് ആകും. NID എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് കൃത്യമായ ഒരു ഐഡിയ നൽകാനായിട്ട് ജോബി സാറുമായിട്ടുള്ള ഒരു സെക്ഷൻ കൊണ്ട് കഴിഞ്ഞു എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഇനിയും അടുത്ത എക്സാമിന് നോട്ടിഫിക്കേഷനുമായി വീണ്ടും കാണാം. Brilliant Study Center.
India's #1 coaching center for NEET and JEE.